ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും പ്രഭാതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പരിശുദ്ധനായ പത്രോസ്ലീഹ എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം. വ്യഭിചാരിണിയെ കണ്ട് രസിക്കുകയും പാപം കണ്ട് തൃപ്തിപ്പെടാതിരിക്കുകയും ചെയ്യുന്ന കണ്ണുള്ളവർ ശാപയോഗ്യർ. ഇങ്ങനെ വ്യഭിചാരിണിയെ കണ്ട് രസിക്കുകയും അവർ തമ്മിൽ പാപം ചെയ്ത് തൃപ്തി വരാതെ വീണ്ടും വീണ്ടും പാപം ചെയ്യുകയും ചെയ്ത ഒരു ശാപഗ്രസ്തനായ മനുഷ്യനെ നമുക്ക് പഴയ നിയമത്തിൽ കാണുവാൻ സാധിക്കും. അത് ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ ദാവീദാണ്. അമോര്യരുമായിട്ട് ഇസ്രായേൽ ജനം പൊരിഞ്ഞ യുദ്ധം നടക്കുകയാണ്. ആ യുദ്ധം നടക്കുമ്പോഴും ഈ ദാവീദ് യെരൂശലേമിൽ തൻ്റെ കൊട്ടാരത്തിൽ നിന്ന് സുഖിക്കുകയാണ്. സാധാരണ ദാവീദ് എല്ലാ യുദ്ധങ്ങളും നേരിട്ടാണ് നിയന്ത്രിക്കുന്നത്. ഇപ്രാവശ്യം മനഃപൂർവ്വം തൻ്റെ സേനാനായകനായ യോവാബിനെ യുദ്ധത്തിൻ്റെ നിയന്ത്രണം ഏൽപ്പിച്ചിട്ട് ഇതാ രാജകൊട്ടാരത്തിൽ യെരൂശലേമിൽ തന്നെ താമസിക്കുകയാണ്. അത് മനഃപൂർവ്വമായിരുന്നതിന് കാരണം ഈ രാജാവിൻ്റെ രാജകൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ ഇരുന്ന് കണ്ണെത്തുന്ന ദൂരത്തെ ഉള്ള ഒരു ചെറിയ കുളമാണ്. ആ കുളത്തിൽ എല്ലാ വൈകുന്നേരവും ഒരു സുന്ദരിയായ യുവതി വന്ന് കുളിക്കും. അവൾക്കൊരു ഗൂഢലക്ഷ്യമുണ്ട്, ഈ രാജാവിൻ്റെ പത്നീപദം. അത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് മനഃപൂർവ്വം ഈ രാജാവിനെ വശീകരിക്കുവാനായിട്ട് അവൾ ഒരു മറയുമില്ലാതെ പൂർണ്ണ നഗ്നയായി കുളിക്കുകയാണ്. ഇത് രാജാവ് അറിയുന്നില്ല. അവൾ ഈ രാജാവ് ദാവീദ് രാജാവ് സ്വാഭാവികമായി അവിചാരിതമായി നോക്കി അവളിലേക്ക് നോട്ടം പതിച്ചു. അത് ഒരു സ്ഥിരം നോട്ടമായി. പിന്നെ അതുകൊണ്ടാണ് ഈ രാജാവ് യുദ്ധത്തിൽ പങ്കെടുക്കാതെ, ഈ ഒരു സീൻ കാണുവാനായിട്ട് മാത്രമാണ് യുദ്ധത്തിൽ പങ്കെടുക്കാതെ യോവാബിനെ ഏൽപ്പിച്ചുകൊണ്ട് യെരൂശലേമിൽ താമസിക്കുന്നത്. അങ്ങനെ താമസിക്കുമ്പോഴാണ് ഈ നോട്ടം, പരസ്പരമുള്ള നോട്ടം, അവരുടെ കണ്ണുകൾ തമ്മിൽ സംസാരമായി. പിന്നെ ഹൃദയം തമ്മിൽ അടുത്തു. ഇദ്ദേഹം രാജാവാണ്, എന്തും ചെയ്യുക, സ്വാധീനമുണ്ട്, സമ്പത്തുണ്ട്, ആൾബലമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ യുവതിയെ രാജകൊട്ടാരത്തിൽ കൊണ്ടുവന്നിട്ട് അവളുമായിട്ട് രഹസ്യ വീഴ്ച നടത്തുകയാണ്. അങ്ങനെ അവിഹിത ബന്ധത്തിൽ അവൾക്ക് അവിഹിത ഗർഭം ഉണ്ടാകുകയാണ്. ആ അവിഹിത ഗർഭം ഉണ്ടായപ്പോൾ ഇവർ ഭയക്കുന്നുണ്ട്. കാരണം ഈ യുവതി എന്ന് പറയുന്നത് ഒരു അന്യപുരുഷൻ്റെ ഭാര്യയാണ്. ഈ ദാവീദിൻ്റെ പട്ടാളത്തിലെ സാധാരണക്കാരനായ ഒരു പട്ടാളക്കാരനായ ഊര്യാവിൻ്റെ ഭാര്യയാണ് സുന്ദരിയായ ബത്ശബ. അവൾക്കൊരു ഗൂഢലക്ഷ്യമുണ്ട്. ആ ഊര്യാവിനെ തള്ളിക്കളഞ്ഞിട്ട് ഈ രാജാവിൻ്റെ പത്നിയാകണം. അതിനുവേണ്ടിയാണ് അവൾ ശ്രമിക്കുന്നത്. കാരണം ഇത് ദാവീദ് അറിയാതെ അവളുമായിട്ട് ബന്ധപ്പെടുകയും രഹസ്യവീഴ്ചയിൽ ഏർപ്പെടുകയും അവൾ ഗർഭിണിയാവുകയും ചെയ്യുമ്പോൾ അവർ ഭയക്കുകയാണ്. കാരണം ഇതൊരു വ്യഭിചാരമാണ്, ലോകം കണ്ടാൽ കല്ലെറിയും. അതുകൊണ്ട് എങ്ങനെയും പിന്നെ നമ്മൾ കാണുന്നത് ഈ സമകാലീന സംഭവങ്ങളിൽ നടക്കുന്നത് പോലെ നാടകീയമായ രംഗങ്ങളാണ്. ഉടൻ തന്നെ ദാവീദ് തൻ്റെ വിശ്വസ്തനായ സേനാനായകൻ യോവാബിനോട് പറയുകയാണ്, ഊര്യാവിന് അവധി കൊടുക്കണം, അവളുടെ ഭാര്യയ്ക്ക് അസുഖമാണ്. ഒടുവിൽ പെട്ടെന്ന് ഈ യോവാബ് അവധി കൊടുത്ത് ഈ ഊര്യാവ് നാട്ടിൽ വരുമ്പോൾ ഇവൾക്ക് പ്രത്യേക അസുഖമൊന്നും കാണുന്നില്ല. അപ്പോൾ ഈ ദാവീദ് രാജാവ് പറയുന്നുണ്ട്, സാരമില്ല, നീ പുതിയതായിട്ട് വിവാഹം കഴിച്ചതല്ലേ, നീ ഭാര്യയോട് ഇരുന്നു താമസിച്ചു എന്ന് പറയും, കുറച്ച് അവധി എടുക്കാനൊക്കെ പറയും. പക്ഷെങ്കിൽ ഈ ദാവീദിനേക്കാൾ നീതിമാനായ ഊര്യാവ്, സാധാരണക്കാരൻ പട്ടാളക്കാരൻ പറയുന്ന ഒരു വാക്കുണ്ട് ഇവിടെ, ദൈവത്തിൻ്റെ പെട്ടകവും എൻ്റെ യജമാനനായ യോവാബും എൻ്റെ കൂട്ടുകാരും അവിടെ യുദ്ധത്തിൽ കഷ്ടപ്പെടുമ്പോൾ ഞാൻ എങ്ങനെയാണ് ഇവിടെ സൂഹിക്കുക എന്ന് പറയുന്നുണ്ട്. ഒടുവിൽ ഈ തന്ത്രം ഫലിക്കാതെ വരുമ്പോൾ അന്ന് ഈ വീട്ടിൽ പോകാതെ, കാരണം യുദ്ധത്തിലൊക്കെ പങ്കെടുക്കുമ്പോൾ ശാരീരിക ശുദ്ധി വേണം, നൊയമ്പ് വേണം. ആ നൊയമ്പ് മുടക്കാതെ ഈ ഊര്യാവ് ആ രാജപുത്യന്മാരോട് വെളിയിൽ കിടക്കുകയാണ്. ആ തന്ത്രം ഫലിക്കാതായപ്പോൾ കാരണം എങ്ങനെയും ഈ ഗർഭത്തിൻ്റെ ഉത്തരവാദിത്തം ഊര്യാവിനെ ഏൽപ്പിക്കണം, അതിനുള്ള മാർഗമാണ് അവർ ചെയ്യുന്നത്. പക്ഷെ ആ തന്ത്രം ഫലിക്കാതെ വന്നപ്പോൾ അടുത്ത ദിവസം ദാവീദ് ചെയ്യുന്ന തന്ത്രം എന്ന് പറയുന്നത്, ഇവർ രാജകൊട്ടാരത്തിൽ വിളിച്ച ഒരു സാധാരണ പട്ടാളക്കാരന് വലിയൊരു വിരുന്ന് കൊടുക്കുകയാണ്. ആ വിരുന്ന് കൊടുക്കുമ്പോൾ ഇവനെ മദ്യം കൊടുത്ത് ലഹരി പിടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ലഹരി പിടിപ്പിക്കുമ്പോൾ അങ്ങനെ അറിയാതെ ഈ ഊര്യാവ് തൻ്റെ ഭാര്യയുടെ അടുത്ത് പോകുമെന്നാണ് കരുതുന്നത്. എന്നാൽ അവൻ്റെ ഉള്ളിലെ ആ ദൈവസ്നേഹവും രാജ്യത്തിനോടുള്ള സ്നേഹവും അവൻ്റെ ലഹരിയെ കെടുത്തിക്കളയും. ആ രാത്രിയും അവൻ അവിടെ തന്നെ രാജപുത്യന്മാരോട് കിടന്നുറങ്ങിയെന്നുള്ളതാണ്. ഈ തന്ത്രം ഒന്നും ഫലിക്കാതെ വന്നപ്പോൾ ദാവീദ് ഏറ്റവും ഹീനമായ ഒരു തന്ത്രം പ്രയോഗിക്കുകയാണ്. അത് യുദ്ധമുഖത്ത് ഈ ഊര്യാവിനെ അവധി കഴിഞ്ഞ് അവനെ വിടുന്നു. അത് കഴിഞ്ഞ് യോവാബിനോട് പറയുന്നു, യുദ്ധമുഖത്ത് അവനെ നിർത്തിക്കൊണ്ട് അവനെ ചതിച്ചു കൊല്ലുകയാണ്. അത് കഴിഞ്ഞിട്ട് അവരുടെ ലക്ഷ്യം
പൂർത്തീകരിക്കുകയാണ്. മരിച്ചു കഴിഞ്ഞ് അവർ സ്വതന്ത്രയായി, ഊരിയാവിൻ്റെ ഭാര്യ സ്വതന്ത്രയായി. അപ്പോൾ ആ നിയമം അനുശാസിക്കുന്നുണ്ട്. അങ്ങനെ ബത്ശബയെ ഈ ദാവീദ് വിവാഹം കഴിക്കുകയാണ്. പക്ഷേ ഇത് ദൈവത്തിന് കോപമായി. അവിടെ പിന്നീട് സംഭവിക്കുന്നത് നമുക്കറിയാം. അവിടെ ഇതാ ദൈവം ഈ ദാവീദിനെ ശപിക്കുന്നുണ്ട്. ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 12-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: നിന്റെ സ്വന്തം ഗൃഹത്തിൽ നിന്ന് ഞാൻ നിനക്ക് അനർത്ഥം വരുത്തും. നീ കാണുകെ ഞാൻ നിന്റെ ഭാര്യമാരെ എടുത്ത് നിന്റെ കൂട്ടുകാരന് കൊടുക്കും. അവൻ ഈ സൂര്യന്റെ വെട്ടത്ത് തന്നെ നിന്റെ ഭാര്യമാരോട് ശയിക്കും. നീ ഇത് രഹസ്യത്തിൽ ചെയ്തു, ഞാനോ ഈ കാര്യം ഇസ്രായേലൊക്കെയും കാണുകെ സൂര്യന്റെ വെട്ടത്ത് തന്നെ നടത്തും. വലിയൊരു ശാപം കൊടുക്കുകയാണ്. പറയുകയാണ്, നിന്റെ കൂട്ടുകാരൻ തന്നെ ഇത് നീ ഈ അന്യ ഒരു പുരുഷന്റെ ഭാര്യയോട് നീ ചെയ്തുവെങ്കിൽ, നീ രഹസ്യമായി ചെയ്തുവെങ്കിൽ, പരസ്യമായി ഇത് നിന്റെ കൂട്ടുകാരൻ നിന്റെ ഭാര്യമാരോട് ചെയ്യുമെന്ന് പറയുകയാണ്. അതെല്ലാം അവിടെ സംഭവിക്കുന്നുണ്ട്. നമുക്കറിയാം പിന്നീട് നടക്കുന്നത്, ഈ ബത്ശേബ ആ കുഞ്ഞിനെ പ്രസവിക്കുന്നു. ആ കുഞ്ഞ് മരിക്കുന്നു. അബ്ശലോം സ്വന്തം പുത്രൻ തൻ്റെ ഭാര്യമാരെ എടുത്ത് എല്ലാവരും കാണുക അവരോട് ശയിക്കുന്നു. വളരെ രാജ്യത്തിനും എല്ലാത്തിനും മാനഹാനി വരുത്തി രാജ്യത്തെ മൊത്തം തകർച്ചയിലേക്ക് നയിക്കുന്ന ഒരു സീനിലേക്ക് പോയി. ചെറിയ ഒരു നോട്ടം അവിടെ, ആ നോട്ടത്തെ നിയന്ത്രിക്കേണ്ട, രാജ്യത്തെ നിയന്ത്രിക്കേണ്ട, ദൈവത്തോട് പ്രതിബദ്ധതയുള്ള രാജാവ് അവിടെ വീണുപോയി ഒരു നോട്ടത്തിൽ. ഇവിടെയാണ് നമ്മൾ ഇയ്യോബിനെ കണ്ട് പഠിക്കേണ്ടത്. ഇയ്യോബ് പറയുകയാണ്, ഞാൻ എൻ്റെ കണ്ണുകളുമായി ഉടമ്പടി ചെയ്തിരിക്കുന്നു, പിന്നെ എങ്ങനെ ഞാൻ കന്യകമാരെ നോക്കുമെന്ന് പറയുന്നുണ്ട്. ഈ ഒരു ഉടമ്പടി തൻ്റെ കണ്ണുമായിട്ട് ചെയ്യുവാൻ ദാവീദിന് കഴിഞ്ഞില്ല. ഇവിടെ ബത്ശബ പറയുന്ന ഒരു തെറ്റായ ന്യായവാദമുണ്ട്. അവൾ പറയുന്നത് ഇതാണ്: രാജാവാണ്, രാജാവ് വിളിക്കുമ്പോൾ ഞാൻ പോകാതിരിക്കുന്നത് എങ്ങനെയെന്ന് പറയുന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ ഒരു വസ്തി രാജ്ഞിയെ കാണുന്നത്. എസ്തേർ പുസ്തകത്തിൽ ഒരു വസ്തി രാജ്യം നാം പരിചയപ്പെടുന്നുണ്ട്. അഹശ്വേരോശ് രാജാവിൻ്റെ പത്നിയാണ്, രാജ്ഞിയാണ് ഈ വസ്തി രാജ്ഞി. അവന് കുടിച്ച് മതോന്മത്തനായപ്പോൾ തൻ്റെ പ്രഭുക്കന്മാരോടും മറ്റ് രാജ്യങ്ങളിലെ രാജാക്കന്മാർക്കൊക്കെ വലിയൊരു വിരുന്ന് കൊടുക്കുമ്പോൾ തൻ്റെ ഭാര്യയെ അണിഞ്ഞൊരുക്കി അവളുടെ സൗന്ദര്യം പ്രദർശിപ്പിക്കാനായിട്ട്, അല്ലെങ്കിൽ ബെല്ലി ഡാൻസ് കളിപ്പിക്കാനായിട്ട് ഈ വസ്തി രാജ്ഞിയെ വിളിക്കുന്നുണ്ട്. അവൾ ധൈര്യപൂർവ്വം അത് നിഷേധിക്കുകയാണ്. കാരണം അവൾ എല്ലാ സ്ത്രീത്വത്തിൻ്റെയും ബഹുമാനിച്ചുകൊണ്ട്, സ്ത്രീത്വത്തിൻ്റെ പ്രതീകമായിട്ട് അവൾ പറയുകയാണ്, സ്ത്രീ എന്ന് പറയുന്ന പ്രദർശന വസ്തുവല്ല, നീ വിളിക്കുമ്പോൾ ഏത് കാര്യത്തിനും വരേണ്ടതല്ല. ഇന്ന് ഒരു പ്രസംഗിക്കാനാണെങ്കിൽ വന്നേനെ മൻ, കാരണം അല്ലെങ്കിൽ ഇവിടെ ബെല്ലി രാജ്ഞി വരുത്തുവാൻ, എൻ്റെ സൗന്ദര്യം പ്രദർശിപ്പിക്കാനോ സ്ത്രീ ഒരു പ്രദർശന വസ്തുവല്ലെന്ന് പറഞ്ഞ് അവൾ നിഷേധിക്കുന്നുണ്ട്. ബത്ശേബ വേണമെങ്കിൽ ഞാനൊരു അന്യൻ്റെ ഭാര്യയാണ്, പരസ്ത്രീയാണ്, അന്യൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് അവൾക്ക് നിഷേധിക്കാമായിരുന്നു. അവൾ നിഷേധിക്കാതെ മനഃപൂർവ്വം ഈ രാജാവിനെ തെറ്റിലേക്ക് വരുത്തുകയും രാജ്യം മൊത്തം തകർച്ചയിലേക്ക് വീഴുകയും ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ഇവിടെയാണ് ഇങ്ങനെയുള്ള ബത്ശേബമാരുള്ളപ്പോൾ, നമ്മളെ തെറ്റിലേക്ക് നയിക്കുന്ന ബത്ശേബമാരുള്ളപ്പോൾ, അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വാധീനം കൊണ്ടും ആൾബലം കൊണ്ടും പണ സ്വാധീനം കൊണ്ടും എന്തും ചെയ്യാൻ മടിക്കാത്ത ദാവീദുമാരുള്ളപ്പോൾ നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത്? അയ്യോബിനെ പോലെ ഞാൻ എൻ്റെ കണ്ണുകളുമായി ഉടമ്പ് ചെയ്യും, പിന്നെ എങ്ങനെയാണ് ഞാൻ പാപം ചെയ്യുന്നത്? നോട്ടം കൊണ്ട് ഒരു പാപം ചെയ്യാതെ, അല്ലെങ്കിൽ വസ്തിരാജ്ഞിയെ പോലെ സ്ത്രീത്വത്തെ മൊത്തം അപമാനിക്കാതെ, സ്ത്രീ ഒരു പ്രദർശന വസ്തുവല്ല എന്നതുകൊണ്ട് സ്ത്രീത്വത്തെ മൊത്തം, അവരുടെ അഭിമാനത്തെ മുറുകെ പിടിച്ചുകൊണ്ട്, അവരുടെ അഭിമാനത്തെ അപമാനപ്പെടുത്താതെ, അതിനെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് കഴിയണം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.